Hey everyone, എൻ്റെ പേര് ബേസിൽ. ഞാനൊരു മൈക്രോലൈറ്റ് പൈലറ്റാണ്. ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ എൻ്റെ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസിന് വേണ്ടി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് പൈലറ്റ് ലൈസൻസ് എടുക്കേണ്ടത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, കോസ്റ്റ് എങ്ങനെയാണെന്ന്. സോ ഐ തോട്ട് ഐ ഡു എ വീഡിയോ അബൌട്ട് ഇറ്റ്. ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും ടാഗ്സ് ഇടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ഷനിലേക്ക് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. ഓക്കെ, സോ നിങ്ങൾ പൈലറ്റ് ആവാൻ ഡിസൈഡ് ചെയ്തു. സോ മെയിൻ ക്വസ്റ്റ്യൻ ഈസ് ടു ഡു വാട്ട്? ഓക്കെ, ഫ്ലൈങ്ങിലാണെങ്കിൽ മെയിൻലി 2 പാത്വേസ് ആണുള്ളത്. ഒന്ന് നിങ്ങൾക്ക് ഹോബി എന്നുള്ള രീതിയിൽ പഠിപ്പിക്കാം, അതല്ല എങ്കിൽ കൊമേഴ്ഷ്യൽ രീതിയിൽ ആ പാത്വേയിലേക്കും പോവാം. ഓക്കെ, സോ ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഇനി ജസ്റ്റ് ഹോബി ആയിട്ടാണ് പഠിപ്പിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഗ്ലൈഡിങ്, മൈക്രോലൈറ്റ് അങ്ങനത്തെ പരിപാടികൾ നോക്കാം. ഇപ്പോൾ എനിക്ക് മൈക്രോലൈറ്റ് ലൈസൻസ് ആണുള്ളത്. സോ ഞാനിപ്പോൾ മൈക്രോലൈറ്റ് ലൈസൻസ് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വഴി കൊമേഴ്ഷ്യൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്. സോ സ്റ്റിക്ക് അറൗണ്ട് വിത്ത് ദാറ്റ്. ഓക്കെ, ഈ മൈക്രോലൈറ്റ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ അത് ഓരോ രാജ്യത്തും അതിൻ്റെ റൂൾസ് ഡിഫറെൻ്റ് ആണ്. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത് ന്യൂസിലൻഡിലെ റൂൾസിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ന്യൂസിലൻഡിലല്ല വേറൊരു രാജ്യത്തു നിന്നാണ് കാണുന്നതെങ്കിൽ ആ രാജ്യത്തെ റിക്വയർമെൻറ്റ്സ് നമ്മൾ നോക്കുക. മൈക്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ 600 കിലോയോ അതിൽ താഴെയുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. ആൻഡ് മാക്സിമം നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നത് 2 പേരെ മാത്രം. ഇപ്പോൾ ഈ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിൻ്റെയും ലൈസൻസിങ് നോക്കുന്നത് CAA, അതായത് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ്. പക്ഷേ മൈക്രോലൈറ്റിൽ ലൈസൻസിങ് കാര്യങ്ങൾ നോക്കുന്നത് CA അപ്രൂവ് ചെയ്ത 2 ഓർഗനൈസേഷൻസ് ആണ്. ഒന്ന് റാൻസ്, 2 സ്പോർട്സ് ഫ്ലൈങ്. സോ ഫോർ മൈക്രോലൈറ്റ് ലൈസൻസ് ഇൻ ടേംസ് ഓഫ് മെഡിക്കൽ നിങ്ങൾക്ക് ആകെ വേണ്ടത് ഡ്രൈവേഴ്സ് മെഡിക്കലാണ്. അതുകൊണ്ട് GP എടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് നിങ്ങൾ ഐദർ ഈ റാൻസിലോ സ്പോർട്സ് ഫ്ലൈങ്ങിലോ മെമ്പറായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇപ്പം ഞാൻ റാൻസിലാണ് മെമ്പർ ആയിട്ടുള്ളത്. ആൻഡ് ഇഗോണ കോസ്റ്റ് അറൌണ്ട് $70 പെർ ഇയർ. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിഗ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡിങ് എ മൈക്രോലൈറ്റ് ക്ലബ് ദാറ്റ്സ് നിയർ യു. ഇപ്പോൾ റാൻസോ അതോ സ്പോർട്സ് ഫ്ലൈങ്ങിലോ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഫുൾ ലിസ്റ്റ് ഉണ്ട്. ന്യൂസിലൻഡിൽ മൊത്തമുള്ള മൈക്രോലൈറ്റ് ക്ലബ്സ് ഏതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ അടുത്തുള്ള ഫ്ലൈങ് ക്ലബ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓരോ ക്ലബിനും ജോയിനിങ് ഫീസ് ഉണ്ട്. ഇപ്പോൾ യൂഷ്വലി ജോയിനിങ് ഫീസ് അറൌണ്ട് $100 to $200 ആണ് പെർ ഇയർ വരാൻ പോകുന്നത്. മൈക്രോലൈറ്റ് ലൈസൻസ് നിങ്ങൾക്ക് കുറച്ച് എക്സാംസ് ഉണ്ട് പാസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ആദ്യം പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എക്സാംസ് ആണ് ചെയ്തത്. എന്നിട്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് ക്രോസ് ക്രെഡിറ്റ് ചെയ്യായിരുന്നു. അതിൻ്റെ റീസൺ ഞാൻ എൻഡിൽ ഞാൻ പറയുന്നുണ്ട്. സോ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ആകെ എയർലോ മാത്രമാണ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പം മൈക്രോലൈറ്റ് ലൈസൻസിൽ ലൈക്ക് എക്സാംസ് എന്ന് പറഞ്ഞാൽ പിടിച്ചിൽ ആൻഡ് ഇറ്റ്സ് ഫ്രീ ആണ്. മൈക്രോലൈറ്റിൻ്റെ ഫ്ലൈങ് സിലബസും ഈ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ഫ്ലൈങ് സിലബസായിട്ട് നല്ല വ്യത്യാസമുണ്ട്. അതിപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് റാൻസിലെ സർട്ടിഫിക്കറ്റ് സ്ട്രക്ചർ. സോ നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നോവീസ് എന്നൊരു സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങൾക്ക് വേണ്ട മിനിമം ഏജ് 16, മെഡിക്കലും, ദാറ്റ്സ് ഇറ്റ്. ഈ സമയത്ത് ഇൻസ്ട്രക്ടർ നിങ്ങളെ ബേസിക്കലി ഹൗ ടു ഫ്ലൈ പ്ലെയിൻ, സ്റ്റാർട്സ് ആൻഡ് എമർജൻസി പ്രൊസീജിയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിക്കും. ആൻഡ് ഹോപ്പ്ഫുള്ളി യു വിൽ ഗോ സോളോ. അങ്ങനെ വൺസ് നിങ്ങൾക്കൊരു ടോട്ടൽ ഒരു 25 hours എക്സ്പീരിയൻസ് വന്നാൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടെസ്റ്റ് എഴുതി നെക്സ്റ്റ് സ്റ്റെപ്പായ ഇൻ്റർമീഡിയറ്റ് ലൈസൻസിലേക്ക് കയറാം. ഇതിന് നിങ്ങളിൽ എല്ലാ എക്സാംസും പാസ്സാവണം. നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്ന ഏത് എയർപോർട്ടിൽ നിന്നാണോ ആ എയർപോർട്ടിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽസ് കറങ്ങാം. 10 നോട്ടിക്കൽ മൈൽസ് അത്യാവശ്യം കുറച്ച് കറങ്ങാം, അത്യാവശ്യം കറങ്ങാം. ഇതിൽ പാസഞ്ചർ റേറ്റിംഗ് കിട്ടത്തില്ല. അതുപോലെ നിങ്ങളിപ്പോൾ റേഡിയോ യൂസ് ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ് എയർപോർട്ട്സ് റേഡിയോ യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് FRT ലൈസൻസും വേണം. വിച്ച് ഇസ് ബേസിക്കലി നിങ്ങൾക്കിപ്പോൾ റേഡിയോ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹാർഡ്. അങ്ങനെ വൺസ് യു ഗെറ്റ് 40 hours ടോട്ടൽ ഫ്ലൈങ് ടൈം നിങ്ങൾക്ക് അഡ്വാൻസ് ലോക്കൽ എന്ന് പറഞ്ഞ ലൈസൻസിലേക്ക് കയറാം. ഈ അഡ്വാൻസ് ലോക്കൽ കിട്ടണമെങ്കിൽ ലോക്കൽ ക്രോസ് കൺട്രിയും കൂടെയും ചെയ്യേണ്ടി വരും. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ഇൻസ്ട്രക്ടറുമായിട്ട് ടേക്ക് ഓഫ് ആയിന്ന് ടു റാഗ്ലൻ, മേഴ്സ എന്ന് തിരിച്ച് ബാക്ക് എന്ന് അത് ആദ്യം ഇൻസ്ട്രക്ടറൊപ്പം ചെയ്തു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് സോളോ ചെയ്തു. ഓക്കെ, വിത്ത് ഈ അഡ്വാൻസ് ലോക്കൽ എന്ന് പറഞ്ഞ ലൈസൻസിൽ നിങ്ങളിപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുന്ന എയർപോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് 50 നോട്ടിക്കൽ മൈൽസ് വരെ പോവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഒരെണ്ണം കാണാം, പാസഞ്ചർ റേറ്റിംഗ് അവൈലബിൾ ആണ്. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. പാസഞ്ചർ റേറ്റിംഗിന് ടോട്ടൽ 45 hours വേണം വിത്ത് 35 hours പൈലറ്റ് ഇൻ കമാൻഡ്. അതാണ് ഒരു ബിഗ് തിങ്. പൈലറ്റ് ഇൻ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് സോളോ ഒറ്റയ്ക്ക് പോയ ആ എക്സ്പീരിയൻസ് ആണ്. കാരണം ആദ്യം നിങ്ങൾ പറത്തുമ്പോൾ കൂടെ ഇൻസ്ട്രക്ടർ ഉണ്ടാവും. അത് പൈലറ്റിംഗ് കമാൻഡ് അല്ല, അത് ഡ്യുവലായിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ സമയത്ത് പൈലറ്റിംഗ് കമാൻഡ് ഇൻസ്ട്രക്ടർ ആയിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്ന ആ അവേഴ്സാണ് PIC ആയിട്ട് കൂട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പാസഞ്ചർ റേറ്റിംഗ് കിട്ടണമെങ്കിൽ ഇതിൽ ടോട്ടൽ 35 hours പൈലറ്റ് ഇൻ കമാൻഡ് ആയിട്ടുള്ള അവേഴ്സ് വേണം. പിന്നെ ഇതിൽ ഏറ്റവും ലാസ്റ്റത്തെ ലൈസൻസ് ആണ് അഡ്വാൻസ് നാഷണൽ. ഇതിന് നിങ്ങൾ ടോട്ടൽ 45 hours വേണം. ഇതിന് നാഷണൽ ക്രോസ് കൺട്രിയും കൂടെയും ചെയ്യണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാറ്റേന്ന് ടൗപ്പോ തിരിച്ച് ബാക്ക് ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ ഒരു ക്രോസ് കൺട്രി ആണ് വേണ്ടത്. ഇത് ആദ്യം നിങ്ങൾ മിക്കവാറും ഇൻസ്ട്രക്ടർ ഒപ്പം ആയിരിക്കും ചെയ്യുന്നത്.
അത് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഒരു സോളോയും കൂടെ ചെയ്യണം. സോ ഇതും പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ് നാഷണൽ ലൈസൻസ് കിട്ടും. ആ ലൈസൻസ് വെച്ച് നിങ്ങൾക്ക് ഹോൾ ന്യൂസിലൻഡ് പറത്താം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ ട്രെയിനിൻ്റെ ഇടയിൽ നിങ്ങൾ കൺട്രോൾഡ് എയർ സ്പേസിൽ പറത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ടർ ചിലപ്പോൾ നിങ്ങളോട് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾഡ് എയർ സ്പേസിലേക്ക് ചെയ്യാനുള്ള ഒരു എക്സസൈസ് കൂടെ തരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ട്രെയിനിങ്ങിൽ ഇപ്പോൾ കൺട്രോൾഡ് എയർ സ്പേസിൻ്റെ ഇത് കിട്ടാൻ ഞാൻ മാറ്റമാറ്റിൽ നിന്ന് ടൗറാങ് എയർപോർട്ട് ആൻഡ് ബാക്കിലേക്ക് ഒരു എക്സസൈസ് ചെയ്യുന്നുണ്ടായി. അതായത് മാറ്റമാറ്റ എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് എയർ സ്പേസ് ആണ്. ഇപ്പോൾ കൺട്രോൾ ടവർ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ടൗറാങ് എന്ന് പറഞ്ഞാൽ കൺട്രോൾഡാണ്. ഇപ്പോൾ കൺട്രോൾഡ് എയർ സ്പേസിൽ കയറുന്നതിന് മുമ്പ് അതിന് പെർമിഷനും കാര്യങ്ങളും അതിന് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ബേസിൽ ആദ്യം ഇൻസ്ട്രക്ടറിനൊപ്പം ഞാൻ പോകും. ഇപ്പോൾ ഇൻസ്ട്രക്ടർ ഹാപ്പിയാണ് ഞാൻ സോളോ ഒറ്റയ്ക്ക് പോയി വരണം. ജസ്റ്റ് മേക്ക് ഷുവർ എനിക്ക് കൺട്രോൾ എയർ സ്പേസിൽ പോകാനും വരാനും പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അറിയാമെന്നുള്ളതിന് വേണ്ടി. സോ ഇങ്ങനെയാണ് ന്യൂസിലൻഡിൽ മൈക്രോ ലൈസൻസ് എടുക്കേണ്ടത്. സോ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഞാൻ എൻ്റെ ലൈസൻസ് ഞാൻ കാണിച്ചു തരാം. സോ കാണാൻ പറ്റും. സോ ഇങ്ങനെയായിരിക്കും മൈക്രോയുടെ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ ഞാൻ അഡ്വാൻസ് ലോക്കലാണ്. ഈ കറൻറ്റ്ലി ടോട്ടൽ എനിക്ക് 35 hours ഫ്ലൈ ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ നോൺ പാസഞ്ചർ റേറ്റഡ് ആണ്. എനിക്ക് FRTO ഉണ്ട്, അതായത് റേഡിയോ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ മൈക്രോയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മൈക്രോയിറ്റിനെ പറ്റി ചർച്ച ചെയ്തു. നമുക്കിനി പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസിനെ പറ്റി ചർച്ച ചെയ്യാം. ഇപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ പ്രൈവറ്റ് PPL വെച്ചായിരിക്കും. സോ PPL അതായത് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് 2 തരമുണ്ട്. ഒന്ന് ക്ലാസ് 2 മെഡിക്കൽ ഉള്ളതും 2 ഡ്രൈവേഴ്സ് മെഡിക്കൽ ഉള്ളതും. 2 കൊല്ലം മുമ്പ് ശരിക്കും അത് രണ്ട് ഡിഫറെൻറ്റ് ലൈസൻസ് ആയിരുന്നു. ഒന്ന് റീക്രിയേഷണൽ പൈലറ്റ് ലൈസൻസും 2 പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസും. റീക്രിയേഷൻ ആണെങ്കിൽ ഡ്രൈവേഴ്സ് മെഡിക്കൽ വെച്ചും പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ക്ലാസ് 2 മെഡിക്കൽ വെച്ചും. കഴിഞ്ഞ കൊല്ലം ന്യൂസിലൻഡ് ഗവൺമെൻറ് അത് കമ്പൈൻ ചെയ്തു, ഒറ്റ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ആക്കി. പക്ഷേ അതിന് 2 ഡിഫറെൻറ്റ് വേർതിരും, അതായത് ഒന്ന് ഡ്രൈവേഴ്സ് മെഡിക്കലും വെച്ച് ഒന്ന് ക്ലാസ് 2 മെഡിക്കലും വെച്ചും. അതിൻ്റെ 2 പ്രിവിലേജസും ഉണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ CAD വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് 2 മെഡിക്കൽ വെച്ചും അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് മെഡിക്കൽ വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിവിലേജസ് എന്തുവാന്ന് ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് അടിയിലിടാം. ഓക്കെ, സോ ഇപ്പോൾ ഫ്ലൈറ്റ് ട്രെയിനിങ് പരമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൈക്രോലൈറ്റിൻ്റെയും പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസിൻ്റെയും ട്രെയിനിങ് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മൈക്രോ ലൈസൻസിലെ ഈ സ്റ്റെപ്പായ ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ് അങ്ങനത്തെ പരിപാടികളൊന്നും ഈ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസിന് ഇല്ല. സോ നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങളിപ്പോൾ ഇൻസ്ട്രക്ടർ നിങ്ങളൊപ്പം ഇരുന്ന് എങ്ങനെ ബേസിൽ ഹൗ ടു ഫ്ലൈ പ്ലെയിൻ, സ്റ്റാർസ്, എമർജൻസി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളൊരു 15-16 hours ഒക്കെ ആകുമ്പോൾ ഏതാണ്ട് നിങ്ങൾ സോളോ പോയി ഒരു 5 മണിക്കൂർ നിങ്ങൾക്ക് സോളോ എക്സ്പീരിയൻസ് വേണം. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ക്രോസ് കൺട്രി ട്രെയിനിങ് ചെയ്ത് തുടങ്ങണേ. ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾ PPL എക്സാംസ് ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ കുറച്ചൊന്നും ഞാൻ പറയുന്നുണ്ട് എന്താണെന്ന്. എക്സാംസ് പാസ് ചെയ്യണം. അതിന് ഈ ക്രോസ് കൺട്രി എല്ലാം ചെയ്ത് നിങ്ങൾക്കിപ്പോൾ PPL ഫ്ലൈറ്റ് ടെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 50 hours ടോട്ടൽ ഫ്ലൈങ് ടൈം വേണം. ഇപ്പോൾ 50 hours ആയി നിങ്ങൾ ഫ്ലൈറ്റ് ടെസ്റ്റ് എടുത്ത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്, യു ഗോട്ട് എ ലൈസൻസ്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോവുകയും ചെയ്യാം. അതുമാത്രമല്ല പാസഞ്ചേഴ്സിന് കയറ്റും ചെയ്യാം. ഇപ്പോൾ പാസഞ്ചേഴ്സിന് വേണ്ടി സെപ്പറേറ്റ് റേറ്റിംഗ് എടുക്കേണ്ട ആവശ്യവുമില്ല. ഓക്കെ, നമുക്കിനി പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസിൻ്റെ എക്സാംസിനെ പറ്റി നമുക്ക് പറയാം. ഇപ്പോൾ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 6 എക്സാംസ് പാസ് ചെയ്യണം. ഇപ്പോൾ ടെസ്റ്റ് കാണിക്കാനാണെങ്കിൽ ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് പ്രൈവറ്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ എടുക്കേണ്ട വൺ ഓഫ് ദ എക്സാമിൻ്റെ ബുക്കാണ്. ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ഇതിൽ 5 കാണിക്കുന്നത്. ഒന്നുള്ളത് എയർക്രാഫ്റ്റ് ടെക്നിക്കൽ നോളജ്, നാവിഗേഷൻ, വെതർ ടു ഫ്ലൈ, ഫ്ലൈറ്റ് റേഡിയോ, എയർ ലോ. ഇതല്ലാണ്ട് ഒരെണ്ണം കൂടി ഉണ്ട്, അതാണ് ഹ്യൂമൻ ഫാക്ടേഴ്സ്. ഈ മൊത്തം 6 എക്സാമാണ് നിങ്ങൾക്ക് പാസ് ചെയ്യേണ്ടത്. സോ ഇൻ ടേംസ് ഓഫ് ടൈം ഫ്രെയിം, ആദ്യത്തെ എക്സാം എഴുതുന്ന അന്ന് തൊട്ട് 2 കൊല്ലമുണ്ട് നിങ്ങൾക്ക് ഈ എക്സാംസ് മുഴുവൻ ക്ലിയർ ചെയ്യാൻ. ആൻഡ് എൻ്റെ ലാസ്റ്റ് എക്സാം എഴുതുന്ന അന്ന് തൊട്ട് 3 കൊല്ലമുണ്ട് ഈ പറഞ്ഞ ഫ്ലൈയിങ്ങും ക്ലിയർ ചെയ്യാൻ. പക്ഷെ ഒരിക്കലും പറഞ്ഞാൽ മൊത്തം 5 കൊല്ലമുണ്ട് നിങ്ങൾക്ക് PPL ലിറ്ററി ക്ലിയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഹോബി ആയിട്ടാണ് ഇത് പൈലറ്റ് ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐദർ മൈക്രോലൈറ്റ് എടുക്കാം അല്ലെങ്കിൽ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എടുക്കാം. രണ്ടിനും അതിൻ്റേതായ അപ്സും ഉണ്ട് ഡൗൺസും ഉണ്ട്. നമുക്കത് എന്താണെന്നൊക്കെ നോക്കാം. ആദ്യം പറയാൻ പോകുന്നത് കോസ്റ്റ് ആണ്. മൈക്രോലൈറ്റ് ലിറ്ററി ചീപ്പറാണ് ഓപ്പറേറ്റ് ചെയ്യാൻ. ഇപ്പോൾ പെർ അവർ മിക്ക ഫ്ലൈങ് ക്ലബ്സും ചാർജ് ചെയ്യുന്നത് അറൗണ്ട് $120 to $170 ആയിരിക്കും പെർ അവർ കൊടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻസ്ട്രക്ടർ ഫ്രീ ആണ്, എക്സാമിനേഷൻസും ഫ്രീ ആണ്. സോ ആക്ച്വലി ചീപ്പറാണ്. ബട്ട് ഇപ്പോൾ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് വേണമെങ്കിൽ ഞാൻ ഏറ്റവും ചീപ്പായി കണ്ടിട്ടുള്ളത് $230 ആണ് പെർ അവർ ഫ്ലൈങ് അവർ കൊടുക്കേണ്ടത്. പക്ഷേ ചില ഫ്ലൈങ് ക്ലബ്സ് അത് $320 ഒക്കെ വരെ പെർ അവർ വരണം. പ്ലസ് ഇതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ ചില ഫ്ലൈങ് ക്ലബ്സ് ആണെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഇൻസ്ട്രക്ടറിന് എക്സ്ട്രാ കാശ് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ചില ഫ്ലൈങ് ക്ലബ്സിൽ നിങ്ങൾക്ക് നോക്കി അറിയാം. ഇപ്പോൾ സോളോയ്ക്കാണ് ഒരു റേറ്റ്, ഡ്യുവലിനാണ് ഒരു റേറ്റ്, അത് ഇൻസ്ട്രക്ടറിൻ്റെ കോസ്റ്റ് ആണ്.
അതുപോലെ തന്നെയാണ് ഇതിൻ്റെ എക്സാംസിനായാലും ഇപ്പോൾ PPL-നാണെങ്കിൽ ഓരോ എക്സാം ഏകദേശം $100 വരും. അപ്പോൾ ആ എക്സാം ഉണ്ട്, ആ കോസ്റ്റ് ഉണ്ട്. പിന്നെ വേറെ ഒന്നുള്ളത്, ഇപ്പം നിങ്ങൾക്ക് ലൈസൻസ് കിട്ടി, ഈ ലൈസൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബൈ ലോ 3 മാസത്തിൽ 3 ടേക്ക് ഓഫോ ലാൻഡിങ്ങോ ചെയ്തിരിക്കണം. സോ അങ്ങനെ വരുമ്പോൾ മൈക്രോലൈറ്റ് ആയിരിക്കും ഇപ്പോൾ ഇൻ ടേംസ് ഓഫ് കറൻസി മെയിൻറ്റെയിൻ ചെയ്യാനായാലും മൈക്രോലൈറ്റ് ചീപ്പർ ആയിരിക്കും കമ്പയർ ടു പ്രൈവറ്റ് പാൽ ലൈസൻസ്. പിന്നെ പാസഞ്ചർ വെച്ച് നോക്കുവാണെങ്കിൽ മൈക്രോലൈറ്റിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരാളെയാണ് മാക്സിമം കയറ്റാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രൈവറ്റ് പാൽ ലൈസൻസിൽ ഇപ്പോൾ നമുക്ക് ഡ്രൈവേഴ്സ് മെഡിക്കൽ ഉണ്ടെങ്കിൽ മാക്സിമം 5 പേരെയും, പക്ഷേ ക്ലാസ് 2 ആണെങ്കിലോ അതിന് ലിമിറ്റ് ഇല്ല. പ്ലെയിനിൽ എത്ര പേരുള്ളോ അത്രയും പേര് നമുക്ക് കയറ്റാം. പിന്നെ ഇതാണ് മെയിനായിട്ട് വരുന്ന ഒരു കാര്യം. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ നിങ്ങൾക്ക് കൊമേഴ്ഷ്യലോ അത് പ്രൈവറ്റ് പാൽ ലൈസൻസ് ആ രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ മൈക്രോലൈറ്റ് തുടങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മൈക്രോലൈറ്റ് അവേഴ്സ് PPL-ലേക്കോ CPL-ലേക്കോ കൂട്ടത്തില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 100 hours മൈക്രോലൈറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കരുതുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ കരുതാണ് ഓക്കെ എനിക്കിപ്പോൾ പ്രൈവറ്റ് പാൽ ലൈസൻസ് എടുക്കണം. ഈ 100 hours PPL-ലേക്ക് ക്രോസ് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ PPL-ന് വേണ്ട 50 hours നിങ്ങൾ വീണ്ടും എക്സ്ട്രാ ഫ്ലൈ ചെയ്യണം. പക്ഷേ ഇത് ഇങ്ങോട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പ്രൈവറ്റ് പാൽ ലൈസൻസ് നിങ്ങൾക്ക് 100 hours ഉണ്ട്, മൈക്രോലൈറ്റിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഈ hours ഇങ്ങോട്ട് പോകും, മൈക്രോലൈറ്റിലേക്ക് കയറാം. സോ 1 way ആണ്. സോ ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെയുള്ളതാണ് IFR റേറ്റിംഗ്, അതായത് ഇൻസ്ട്രുമെൻ്റൽ റേറ്റിംഗ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലൗഡിൻ്റെ അകത്ത് കൂടെ പോകണം, ഇപ്പം അല്ലെങ്കിൽ നൈറ്റ് ഫ്ലൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണോ അതിന് ഇൻസ്ട്രുമെൻ്റൽ റേറ്റിംഗ് വേണം. അത് മൈക്രോലൈറ്റിനും കിട്ടില്ല, ഡ്രൈവേഴ്സ് മെഡിക്കലുള്ള PPL-നും കിട്ടത്തില്ല. അത് പ്രോപ്പർ ക്ലാസ് 2 മെഡിക്കൽ തന്നെ വേണം. പിന്നെ വേറെയുള്ളതാണ് മൾട്ടി എൻജിൻ റേറ്റിംഗ്, അതായത് 2 കൂടുതലുള്ള എഞ്ചിനുള്ള പ്ലെയിൻ വർധന എന്നുണ്ടെങ്കിൽ മൈക്രോലൈറ്റിനില്ല. പക്ഷേ പ്രൈവറ്റ് പാൽ ലൈസൻസ് ബോത്ത് മെഡിക്കലിനും അത് നമുക്ക് പറ്റും. ഇനിയുള്ളതാണ് എയർക്രാഫ്റ്റ്. മൈക്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 600 കിലോ അതിൽ താഴെയുള്ള എയർക്രാഫ്റ്റാണ് പറ്റുള്ളൂ. പക്ഷേ പ്രൈവറ്റ് പാൽ ലൈസൻസ് ആണെങ്കിൽ അപ് ടു 2730 കിലോ ഉള്ള പ്ലെയിൻ, അത് DL9 മെഡിക്കൽ ഉള്ളവർക്കാണെങ്കിൽ പറ്റും. അതിൽ പെട്ടി മച്ച് നിങ്ങളുടെ സെസ്ന 172 പൈപ്പർ ചെറുക്കി അത്യാവശ്യമുള്ള മിക്ക എയർക്രാഫ്റ്റും പെടും. പിന്നെ ക്ലാസ് 2 ആണെങ്കിൽ അതിന് വെയിറ്റ് ലിമിറ്റ് ഇല്ല, പെട്ടി യു ക്യാൻ ഫ്ലൈ വാട്ട് യു വാണ്ട്. പിന്നെ ഇതാണ് വേറെ മെയിൻ ആയിട്ടുള്ളത് ഇൻ്റർനാഷണൽ. ഇപ്പോൾ മൈക്രോലൈറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഓരോ രാജ്യത്തും അതിൻ്റെ റൂൾസ് ഡിഫറെൻ്റ് ആണ്. സോ മൈക്രോലൈറ്റ് ഇന്റർനാഷണൽ വാലിഡ് അല്ല. അപ്പോൾ മൈക്രോ ലൈസൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ന്യൂസിലൻഡിൽ വർത്താം, അപ്പോൾ ഞാൻ നാട്ടിലൊക്കെ പോകുകയാണെങ്കിൽ അത് വാലിഡ് ആവില്ല. പിന്നെ പ്രൈവറ്റ് പാൽ ലൈസൻസിൽ ഇപ്പോൾ DL9 മെഡിക്കൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞത് ഡിപ്പെൻസ്, അത് ആ രാജ്യത്തെ റിക്വയർമെൻ്റ് ആണ്. ഇപ്പോൾ എനിക്കറിയാം ഇപ്പോൾ ഓസ്ട്രേലിയയിലാണോ പ്രൈവറ്റ് പാൽ ലൈസൻസിൽ ഡ്രൈവേഴ്സ് മെഡിക്കൽ അത് ആക്സെപ്റ്റഡ് ആണ്, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയിലാണോ എനിക്ക് അറിയത്തില്ല, അത് ഓരോ രാജ്യത്തും അതിൻ്റെ റൂൾസ് അനുസരിച്ചിരിക്കും. പക്ഷേ നമുക്ക് ക്ലാസ് 2 മെഡിക്കൽ ഉണ്ടോ അത് പ്രിറ്റി മച്ച് ഇന്റർനാഷണൽ വാലിഡ് ആണ്, നമുക്ക് ക്യാൻ ഫ്ലൈ എനിവേ. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ മൈക്രോലൈറ്റ് ലൈസൻസ് എടുക്കാൻ മൊത്തം ഏതാണ്ട് ഒരു $12,000 ന്യൂസിലൻഡ് പ്രോബ്ലി. പക്ഷേ പ്രൈവറ്റ് പാൽ ലൈസൻസിനാണെങ്കിൽ അത് ഏതാണ്ട് ഒരു $20,000 വരെ അടുത്തെത്താം. പിന്നെ ഈ കോസ്റ്റ് നമ്മൾ ഒറ്റയടിക്ക് 1 ടൈം പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പേ ആസ് യു ഗോ. മിക്ക എയറോ ക്ലബ് അങ്ങനെയാണ് ചെയ്യണത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വീക്കെൻഡിൽ 1 മണിക്കൂർ വർത്തി ആ 1 മണിക്കൂറിൻ്റെ കാശ് കൊടുക്കുക. അതേ നിങ്ങൾ വേണമെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് പുറത്ത് പോകാനാണെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി, അല്ലാണ്ട് 1 ടൈം ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങളിപ്പോൾ പ്രൈവറ്റ് പാൽ ലൈസൻസ് ആണ് 5 കൊല്ലം ഉണ്ട്. സോ 5 കൊല്ലമായിട്ട് അങ്ങനെ പോകുമ്പോൾ യു മച്ച് മോർ ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ഞാൻ ഇപ്പോൾ നേരത്തെ ക്ലാസ് 1 ക്ലാസ് 2 മെഡിക്കലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും കരുതിയിട്ടുണ്ടായി എന്ത് ഞാൻ പറയണേന്ന്. സോ നമുക്കിനി ഏവിയേഷൻ്റെ മെഡിക്കലിനെ പറ്റി നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ പ്രൈവറ്റ് പാൽ ലൈസൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് 2 മെഡിക്കൽ വേണം. കൊമേഴ്ഷ്യലിനാണെങ്കിൽ ക്ലാസ് 1 മെഡിക്കലും. ഇപ്പോൾ ബെസ്റ്റ് ഞാൻ ഷോ ചെയ്യാനാണെങ്കിൽ ഞാൻ എൻ്റെ പഴയ മെഡിക്കൽ ഞാൻ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെയാണ് ടിപ്പിക്കൽ ന്യൂസിലൻഡിലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ക്ലാസ് 1 ഇത് കൊമേഴ്ഷ്യലിനാണ്, ക്ലാസ് 2 ഇത് പ്രൈവറ്റ് പാൽ ലൈസൻസിനും. ഇതെനിക്ക് ആക്ച്വലി 2011 ഇഷ്യൂ ചെയ്തതാണ്. ഇപ്പോൾ ക്ലാസ് 1 40 വയസ്സോ അതിൽ താഴെയോ ആണെങ്കിൽ ക്ലാസ് 1 1 കൊല്ലത്തേക്കും ക്ലാസ് 2 5 കൊല്ലത്തേക്കാണ് വാലിഡിറ്റി ഉള്ളത്. പക്ഷേ 40 അത് എബോവ് ആണെങ്കിൽ ക്ലാസ് 1 6 മാസത്തേക്കും ക്ലാസ് 2 2 കൊല്ലത്തേക്കാണ് വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ മെഡിക്കൽ എക്സ്പയർ ആയി കഴിഞ്ഞാൽ വീണ്ടും മെഡിക്കൽ എടുക്കണം. ഓക്കെ, ഞാൻ മെയിൻ കേൾക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പിന്നെ ഞാൻ കണ്ണട വെച്ചാൽ എനിക്ക് പൈലറ്റ് ആവാൻ പറ്റുമല്ലയോ? അതിൻ്റെ ഉത്തരം യെസ്, കണ്ണട വെച്ചാൽ നിങ്ങൾക്ക് പൈലറ്റ് ആവാം. അപ്പോൾ എൻ്റെ കാര്യത്തിലായാലും എനിക്ക് കണ്ണടയുണ്ട്, എനിക്ക് ലൈസൻസ് ഉണ്ട്. ഇപ്പം മെഡിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് ആകെ എൻ്റെ ബാക്കിൽ റെസ്ട്രിക്ഷൻ ഒരു കണ്ടീഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾ ഫ്ലൈങ് ചെയ്യുന്ന സമയത്ത് കണ്ണട ഉണ്ടാവണം, പ്ലസ് എപ്പോഴും ഒരു സ്പെയർ കണ്ണട കയ്യിലുണ്ടാവണം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ നമ്മളിപ്പോൾ മെഡിക്കലിനെ പറ്റി പറഞ്ഞു. നമുക്കിനി മെഡിക്കൽ എങ്ങനെ എടുക്കണതിനെ പറ്റി പറയാം.
ഇപ്പം ന്യൂസിലാൻഡിൽ ഇപ്പോൾ ക്ലാസ് 1 അത് ക്ലാസ് 2 മെഡിക്കൽ എടുക്കണമെങ്കിൽ CA അപ്രൂവ് ചെയ്തിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഴ്സ് ഉണ്ട്. അവർ ത്രൂ ആണ് ഈ പറഞ്ഞ ക്ലാസ് 1 അല്ലെങ്കിൽ ക്ലാസ് 2 മെഡിക്കൽ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്തായാലും വീഡിയോയുടെ അടിയിൽ ലിങ്ക് കൊടുക്കാം. അത് CAയുടെ വെബ്സൈറ്റിൻ്റെ മെഡിക്കൽ എക്സാമിനേഴ്സിൻ്റെ ലിങ്കാണ്. അതിൽ ത്രൂ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിലുള്ള മെഡിക്കൽ എക്സാമിനേഴ്സ് ഏതാണോ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എക്സാമിനറുമായിട്ട് കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ അപ്പോയിൻമെൻറ്റിൽ മെഡിക്കൽ എക്സാമിനർ നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി ഇതെല്ലാവരും നോക്കും. ആൻഡ് വൺസ് ഈസ് ഹാപ്പി വിത്ത് അവർ പറയുന്ന ബ്ലഡ് ടെസ്റ്റ്, പിന്നെ കണ്ണ്, ചെവി, ഇതിനെല്ലാം ടെസ്റ്റ് ചെയ്യണം. അത് സെപ്പറേറ്റ് അപ്പോയിൻമെൻറ്റ്സ് ആണ്. ഇതിൻ്റെ എല്ലാം റിസൾട്ട്സ് വെച്ചിട്ടാണ് മെഡിക്കൽ എക്സാമിനർ നമുക്ക് ക്ലാസ് 1 ക്ലാസ് 2 മെഡിക്കൽ ഇഷ്യൂ ചെയ്യുന്നത്. ഇത് അല്പം കോസ്റ്റ്ലി ആണ്. ഏകദേശം എല്ലാം $700-800 ചിലവ് വരും. ഇതിൽ കീ പോയിന്റ് എന്ന് പറയുന്നത് ഏവിയേഷനിൽ മെഡിക്കൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇഫ് യു ലൂസ് യുവർ മെഡിക്കൽ യു ലൂസ് യുവർ ലൈസൻസ്. പിന്നെ ഏവിയേഷനിൽ മെയിൻ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇൻകാപ്പിറ്റേഷൻ വരുന്ന അസുഖങ്ങൾ, അതായത് അറ്റാക്ക്, സ്ട്രോക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ മെഡിക്കേഷൻസിനാണെങ്കിൽ ചില മെഡിക്കേഷൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അപ്രൂവ് ചെയ്യും, ചിലത് അപ്രൂവ് ചെയ്യത്തില്ല. അപ്പോൾ ഈച്ച് കേസ് യുണീക്കാണ്. സോ നിങ്ങൾക്കിപ്പോൾ ഒരു മെഡിക്കേഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ നിങ്ങൾ ഏവിയേഷൻ മെഡിക്കൽ എക്സാമിൻ്റെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ ഒപ്പീനിയനിൽ നിങ്ങൾ ഫ്ലൈറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിന് മുന്നേ ഈ മെഡിക്കൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ if you are in your high school and you want to be a pilot, these are the things that are going to help you out. ഫസ്റ്റ് എന്ന് പറയുന്നത് ന്യൂസിലൻഡിലെ എയർ കഡറ്റ്സ് ആണ്. അതായത് നമ്മുടെ നാട്ടിലെ NCC പോലെ. ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലൈങ് ചെയ്തത് എയർ കഡറ്റ്സ് ത്രൂ ആണ്. എയർ കഡറ്റ്സ് ആണെങ്കിൽ അവർ ഫ്ലൈങ് ക്യാമ്പ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ സബ്സിഡൈസ്. സോ നിങ്ങൾക്ക് ഫ്ലൈങ് എക്സ്പീരിയൻസ് കിട്ടാൻ ഏറ്റവും നല്ല മാർഗം അതാണ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് യു നീഡ് ടു ബി എ ന്യൂസിലൻഡ് സിറ്റിസൺ ഫോർ. ഇപ്പം ഞാൻ എന്തായാലും ATCയിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ എന്തായാലും ഇവിടുത്തെ സിറ്റിസൺ ആയിരുന്നില്ല. PR പോലും വേണമെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ എന്തായാലും വീഡിയോയുടെ താഴെ എൻ്റെ ലിങ്ക് ഇടാം, ഡെഫിനറ്റ്ലി ചെക്ക് ഇടാം. പിന്നെ അതുപോലെ വേറൊരു പ്രോഗ്രാം ആണ് യങ് ഈഗിൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഞാൻ ലിങ്ക് വീഡിയോയുടെ അടിയിൽ ഇടുന്നുണ്ട്. ഇതിൽ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ യങ് ആയിട്ടുള്ള ആൾക്കാരും അല്ല ഈ ഏവിയേഷൻ എന്തുവാണ് അതിൻ്റെ എക്സ്പീരിയൻസ്, അതാണ് അവരുടെ മെയിനായിട്ട് ഉദ്ദേശം. ഡെഫിനറ്റ്ലി അതിൻ്റെ ലിങ്ക് ഞാൻ അടിയിലിടുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വേറെ ഒരെണ്ണം വരുന്നതാണ് വാൾഷ് മെമ്മോറിയൽ സ്കൗട്ട് ഫ്ലൈങ് സ്കൂൾ. ഇതിന് നിങ്ങൾ ന്യൂസിലൻഡ് സിറ്റിസൺ ആവണം. പ്ലസ് ഏതാണ്ട് $2,000 കോസ്റ്റ് വരും. ബട്ട് ഐ റിയലി റെക്കമെൻഡ്. കാരണം ഇത് 2 ആഴ്ച മാറ്റമാറ്റിൽ നടക്കുന്ന ഒരു ഫ്ലൈങ് ട്രെയിനിങ് ക്യാമ്പാണ്. ഈ 2 ആഴ്ചയിൽ യു വിൽ ഗോ സോളോ. സോ $2,000 സോളോ എന്ന് പോകാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി ഗുഡ്. ഈ സ്കൗട്ട് ഫ്ലൈങ് സ്കൂൾ ഇഷ്ടംപോലെ കമ്പനികൾ സ്പോൺസർഷിപ്പ് ചെയ്യുന്നതാണ്. സോ ബെസ്റ്റ് പെർഫോമൻസിന് സ്കോളർഷിപ്സും ഉണ്ട്. ഇതിൽ ഞാൻ കേട്ടതോടെ ഏറ്റവും നല്ല സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് എയർ ന്യൂസിലൻഡിനെയാണ്. സോ ഈ ഫ്ലൈങ് ക്യാമ്പിൽ ബെസ്റ്റ് പെർഫോമർക്ക് എയർ ന്യൂസിലൻഡിൻ്റെ വക $6,000 PPLലേക്കുള്ള കോസ്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. പ്ലസ് ഒരു ട്രാൻസ്-ടാസ്മൻ ഫ്ലൈറ്റിൽ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് അവർക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. വർക്ക് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ബേസിക്കലി അവർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് ഒരു ക്രൂവിൻ്റെ ഒപ്പം പോയി പ്രീ ഫ്ലൈറ്റ് കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ആക്ച്വൽ ഫ്ലൈറ്റിൽ ജംപ് സീറ്റിലിരുന്ന് ബേസിക്കലി പല കരിയറിൽ അവർ എന്തുവാണ് ചെയ്യുന്നതെന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ, വിച്ച് എൻ്റെ ഒപ്പീനിയൻ ഇസ് റിയലി ഗുഡ്. പിന്നെ ഞാൻ എന്തായാലും പഠിക്കുന്ന സമയത്ത് എനിക്കിത് പറഞ്ഞാൽ ആരും ഉണ്ടായില്ല. എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തേനെ. സോ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. നമുക്കിനി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസും പിന്നെ അതിൻ്റെ ജോബ് പ്രോസ്പെക്റ്റും കാര്യങ്ങളെ പറ്റി നോക്കാം. പക്ഷെ ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞാൻ കൊമേഴ്ഷ്യൽ പൈലറ്റ് അല്ല, അതൊരു മൈക്രോ പൈലറ്റ് മാത്രമാണ്. ഞാനിപ്പോൾ ഈ ഏവിയേഷൻ ഫീൽഡിൽ ഏകദേശം 10 കൊല്ലമായി നിൽക്കുന്നതായിട്ട്. സോ ആ എക്സ്പീരിയൻസ് വെച്ചും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് പൈലറ്റ്സ് ആണ്, അവർ ഇത്ര കേട്ടും ആ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ടേക്ക് ദിസ് ആസ് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. നിങ്ങൾ റിസർച്ചും ചെയ്യാം. സോ കൊമേഴ്ഷ്യൽ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എടുക്കണം. സോ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊമേഴ്ഷ്യലിലേക്ക് ട്രെയിൻ ചെയ്യാം. സോ കൊമേഴ്ഷ്യലിനും ടോട്ടൽ 200 hours ആണ് മൊത്തം ഫ്ലൈങ് ലൈസൻസ് കിട്ടണമെങ്കിൽ മൊത്തം വേണ്ടത്. പക്ഷേ ഗവൺമെൻറ് അപ്രൂവ്ഡ് കോഴ്സ് ആണെങ്കിൽ 150 hours നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. പിന്നെ CPL എടുക്കണം എന്നുണ്ടെങ്കിൽ 5 more എക്സാംസും കൂടെ ചെയ്യണം. അത് നാവിഗേഷൻ, എയർലോ, മീറ്ററോളജി, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലൈറ്റും പിന്നെ എയർക്രാഫ്റ്റ് ടെക്നിക്കൽ നോളജും. പിന്നെ ഇപ്പം നിങ്ങൾക്കിപ്പോൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടി, പിന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് എൻഡോഴ്സ്മെൻ്റ് എല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് നിങ്ങൾ ഫ്ലൈ ചെയ്യണം. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഇൻസ്ട്രക്ടർ ആവണം എന്നുണ്ടെങ്കിൽ അതിന് വേറെ 2 എക്സാംസും ചെയ്യണം, പ്ലസ് ഇൻസ്ട്രക്ടർ റേറ്റിംഗ് എടുക്കണം. പിന്നെ ഇപ്പോൾ നമുക്ക് മൾട്ടി എഞ്ചിൻ ലൈസൻസ്, ഇപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ എഞ്ചിനുള്ള പ്ലെയിൻ പറത്തണം എന്നുണ്ടെങ്കിൽ അതിന് മൾട്ടി എഞ്ചിൻ റേറ്റിംഗ് ഉണ്ട്, അതെടുക്കണം. പിന്നെ ഇപ്പോൾ നിങ്ങൾ ട്രെയിനിങ് ചെയ്യുന്ന മൊത്തം പിസ്റ്റൺ പവർഡ് എയർപ്ലെയിനിലായിരിക്കും. അത് കഴിഞ്ഞിപ്പോൾ ജെറ്റ് പവർഡ്, അത് ജെറ്റ് ടർബൈൻ
ടർബൈൻ പ്ലെയിൻ ആണ് പറത്തണം എന്നുണ്ടെങ്കിൽ അതിന് ബേസിക് ഗ്യാസ് ടർബൈൻ എന്നൊരു എക്സാം ഉണ്ട്, അത് ചെയ്യണം. സോ ലെറ്റ്സ് സേ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ എടുത്തു, അത് ഇനി ഇപ്പോൾ മൾട്ടി എഞ്ചിൻ ഈ പറഞ്ഞ റേറ്റിംഗ്സ് എല്ലാം എടുത്ത് നമുക്കൊരു 250-300 hours ഉണ്ടെന്ന് കരുതാം. സാധാരണ എയർലൈൻസ് നടത്തുന്ന കാറ്റർഷിപ്പ് പ്രോഗ്രാം, അതായത് EasyJet, ഇൻഡിഗോ എയർലൈൻസ് നടത്തുന്ന കാറ്റർഷിപ്പ് പ്രോഗ്രാം ഒഴിച്ച് കഴിഞ്ഞാൽ സാധാരണ ലോ ടൈം ആയിട്ടുള്ള പൈലറ്റ്സിന് പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യത അല്പം കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇത് എയർ ന്യൂസിലൻഡിലെ കരിയേഴ്സ് പേജിൽ നിന്നുള്ളതാണ്. ഇതിപ്പോൾ അവരിപ്പോൾ റീജിയണൽ എയർലൈനിൽ കയറണമെങ്കിൽ ടർബോ പ്രോപ്പർ ഫ്ലീറ്റിൽ കയറണമെങ്കിൽ മിനിമം റിക്വയർമെൻറ്റ്സ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒബിയസ്ലി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് വേണം, ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ്, ഇത് മൾട്ടി എഞ്ചിൻ റേറ്റിംഗ്, ഇത് ഗ്യാസ് ടർബൈൻ റേറ്റിംഗ്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പിസ്റ്റൺ പവറുള്ള പ്ലെയിനിലായിരിക്കും, അത് കഴിഞ്ഞിപ്പോൾ ടർബോ പ്രോപ്പ് അങ്ങനത്തെ ചെയ്യണമെങ്കിൽ ഗ്യാസ് ടർബൈൻ റേറ്റിംഗ് വേണം. അത് കഴിഞ്ഞിട്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ളത്, മിനിമം 500 hours. 500 എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് അല്ല, മിനിമം റിക്വയർമെൻ്റ് ആണ്. യൂഷ്വലി പൈലറ്റ്സ് ഇപ്പോൾ കൊമേഴ്ഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്ട്രക്ടറായിട്ടും അല്ലെങ്കിൽ പാരഷൂട്ടിങ് അല്ല അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താണ് പതിയെ ഈ അവേഴ്സ് ബിൽഡ് ചെയ്ത് കയറുന്നത്. അതേപോലെ സാലറി വൈസ് ഇപ്പോൾ പൈലറ്റിന് എന്ത് കിട്ടും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂസിലൻഡ് careers.gov.nz എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ പൈലറ്റിന് മാത്രമല്ല pretty much ഏത് കരിയർ നിങ്ങൾക്ക് അടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ലെങ്ത് ഓഫ് ട്രെയിനിങ്ങിനൊക്കെ ശമ്പളം, എല്ലാ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. സോ ഇപ്പോൾ എയറോപ്ലെയിൻ പൈലറ്റ് നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി പ്രത്യേകിച്ച് ഇപ്പോൾ പാൻഡമിക് കാരണം പൂവറാണ്. ഇപ്പോൾ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നമുക്ക് താഴെ പൈലറ്റ്സിൻ്റെ സാലറിനെ പറ്റി അറിയാം. സോ നിങ്ങൾ കയറും ഇപ്പോൾ ഡൊമസ്റ്റിക് ഇപ്പോൾ റീജിയണൽ എയർലൈൻസാണ് കയറണമെങ്കിൽ ആസ് എ ഫസ്റ്റ് ഓഫീസർ നിങ്ങൾക്ക് ഒരു 50,000-60,000 ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ക്യാപ്റ്റൻ രീതിയിലേക്ക് കയറുമ്പോൾ 150 ഒക്കെ കയറും. പിന്നെ ഇത് ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ റോഡ്സ്, അതായത് ഇപ്പോൾ എയർ ന്യൂസിലൻഡിലാണെങ്കിൽ എയർബസ് A320 ആണെങ്കിൽ ഫസ്റ്റ് ഓഫീസർ $80,000-90,000, ക്യാപ്റ്റൻ പോവുകയാണെങ്കിൽ 190 ആ റേഞ്ചിൽ വരെ കയറും. പിന്നെ ഇൻ്റർനാഷണലി പോകുന്ന അതായത് ഇവിടുത്തെ എയർ ന്യൂസിലൻഡിലെ 787 ഡ്രീം ലൈനേഴ്സിലൊക്കെയാണെങ്കിൽ ക്യാപ്റ്റൻസിന് 300,000 ഒക്കെ കിട്ടും. സോ പറയാനുള്ളത് യെസ്, പൈലറ്റ്സ് നല്ല സാലറി ഉള്ള പൈലറ്റ്സും ഉണ്ട്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് അവേ ഇത് കയറാൻ സാധ്യത കുറവാണ്. സോ അല്ലെങ്കിൽ ഇതിങ്ങനെ ലെവലിൽ കയറാൻ അല്പം ടൈം എടുക്കും. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ കൊമേഴ്ഷ്യൽ പൈലറ്റ് അല്ല, ഞാനിത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. സോ ഡു യുവർ ഓൺ റീസെർച്ച്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ എയർലൈൻ കാഡറ്റ്സിൻ്റെ ചിലപ്പോൾ EasyJet, ഇൻഡിഗോ അവരുടെ കാഡറ്റ്ഷിപ്പിൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഇഷ്ടംപോലെ ഇൻഫർമേഷൻ ഉണ്ട്. സോ ഓൾസോ ചെക്ക് ദാറ്റ് ഔട്ട്. ഇത്രയും നേരം ഞാൻ പൈലറ്റ് ലൈസൻസിൻ്റെ റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇനി എൻ്റെ ഏവിയേഷൻ ജേർണീനെ പറ്റി പറയാം, ഞാൻ ചെയ്ത മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ. സോ ഹോപ്പ്ഫുള്ളി യു ഡോണ്ട് ഹാവ് ടു റിപ്പീറ്റ് ദാറ്റ്. സോ എൻ്റെ ഏവിയേഷൻ ജേർണിയെ പറ്റി പറയാൻ ഏറ്റവും ബെസ്റ്റ് ഞാൻ എൻ്റെ ലോഗ് ബുക്ക് കാണിക്കുന്നതായിരിക്കും. സോ യു ക്യാൻ ആക്ച്വലി സീ ത്രൂ വാട്ട് ഇറ്റ്. നിങ്ങൾക്കാണ് ഇതാണ് എൻ്റെ പൈലറ്റ് ലോഗ് ബുക്ക്. ഞാൻ 2011 ആദ്യമായിട്ട് ട്രെയിൻ ചെയ്തത്. എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എയർ കറൻസി ത്രൂ ആയിരുന്നു, ഒരു ട്രയൽ ഫ്ലൈറ്റ്. നമുക്കിപ്പോൾ പൈലറ്റ് ആവണോ വേണ്ടിയോന്നോ അറിയില്ല, യു ഡോണ്ട് നോ വെദർ ദിസ് ഇസ് അപ് ഫോർ യു ഓർ നോട്ട്. ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രയൽ ഫ്ലൈറ്റ് ആണ്. എല്ലാ എയറോ ക്ലബ്ബും ഈ ട്രയൽ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ പാക്കേജ് വരുന്നുണ്ട്. സോ ട്രയൽ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ടാക്സി, ടേക്ക് ഓഫ്, ക്രൂസ്, ലാൻഡിങ് എല്ലാം നിങ്ങളായിരിക്കും ചെയ്യുന്നത്. ഡോൺ വഴി തൊട്ടടുത്ത് ഇൻസ്ട്രക്ടറും ഉണ്ട്. സോ നിങ്ങൾ മിസ്റ്റേക്സ് ചെയ്യാൻ പുള്ളിക്കാരൻ കറക്റ്റ് ചെയ്യും. ആസ് എ ട്രയൽ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആസ് എ പൈലറ്റ് നിങ്ങൾക്ക് പറ്റിയതാണോ അല്ലയോ എന്നുള്ളത് അറിയാനുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾ ട്രയൽ ഫ്ലൈറ്റ് ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പിന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് തുടങ്ങിയാൽ മതി. ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്കിത് കാണാം, ഞാൻ ട്രെയിൻ ചെയ്തത് സെസ്ന 172 എന്ന എയർക്രാഫ്റ്റിലാണ്. ഞാൻ ചെയ്തത് ഫാങ്റയിലാണ്. നിങ്ങൾക്ക് ഒരു കണി കാണാം, എൻ്റെ ട്രെയിനിങ് അടുപ്പിച്ചായിരുന്നില്ല. ഇപ്പോൾ ജാനുവരി, മാർച്ച്, പിന്നെ ഏപ്രിൽ, അങ്ങനെ അതും 2011 പിന്നെ തൊട്ട് 2013 വരെയുള്ളതാണ്. സോ ഇതാണ് ഒരു കാര്യം. നിങ്ങൾ ട്രെയിൻ ചെയ്യുവാണെങ്കിൽ അടുപ്പിച്ച് കഴിയുന്നതും പറ്റുകയാണെങ്കിൽ ഫോർട്ട്നൈറ്റ്ലി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അതിന് ഗ്യാപ്പ് ഇട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു ലെസണിൽ പഠിച്ചത് കുറേ നാൾ കഴിഞ്ഞ് ചെയ്യുമ്പോഴേക്കും മറന്നു പോകും കുറച്ച്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ എക്സ്ട്രാ ടൈം എടുത്തു ചെയ്യാൻ. സോ ഇപ്പോൾ ഇത് കാണാൻ ഞാൻ ചെയ്ത് സെസ്ന 172 എനിക്ക് മൊത്തം എനിക്ക് 13 hours, ഏകദേശം 14 hours ഞാൻ പറപ്പിച്ചു. ഈ സമയത്തിൽ അത് കാണാം. ഞാനിപ്പോൾ ലാസ്റ്റ് ഇതിൽ പറത്തിയത് 2013 April 13th അത് കഴിഞ്ഞപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്ത എൻ്റെ ഫ്ലൈയിങ് ക്ലബ്ബ് പൂട്ടി. അതിന് 2 കൊല്ലത്തേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിന് 2015 ഞാൻ വീണ്ടും ഫ്ലൈ ചെയ്തത്. പക്ഷേ അത് ഡിഫറെൻറ്റ് എയർക്രാഫ്റ്റിലായിരുന്നു. ഇത് പൈപ്പർ ചെറുക്കി എയർക്രാഫ്റ്റാണ്. സോ ഡിഫറെൻറ്റ് എയർക്രാഫ്റ്റിലായതുകൊണ്ട് എനിക്ക് ടൈപ്പ് ഫെമിലറൈസേഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടി വന്നു. ഈ ടൈപ്പ് ഫെമിലറൈസേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ സെസ്ന 172
ഓടിച്ചിട്ട് പെട്ടെന്ന് ഈ പൈപ്പർ സർക്കിൾ വരുമ്പോൾ ബേസിക്കലി 2 എയർക്രാഫ്റ്റും കൺട്രോൾ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഫെമിലൈസേഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ക്രോസിൻ സർക്യൂട്ട്സും മിനി സർക്യൂട്ട്സ്, ഗ്ലൈഡ് അപ്രോച്ച്, അങ്ങനെ എമർജൻസി പ്രൊസീജിയേഴ്സും ഒക്കെ ചെയ്തു. അങ്ങനെ എൻഡിൽ ആണ് ഇവിടെയാണ് ഞാൻ സോളോ പോയത് ഒറ്റയ്ക്ക്. സോ ബൈ ദ ടൈം എൻഡിൽ എനിക്ക് 29 മണിക്കൂർ ഡ്യുവലും 2.5 മണിക്കൂർ സോളോ ഉണ്ടായിരുന്നു. ഇത് മൊത്തം ഞാൻ ചെയ്ത് അപ് ടു ദിസ് വൺ മൊത്തം ചെയ്ത് ഞാൻ ജനറൽ GA എയർക്രാഫ്റ്റ് ആണ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്തത് 2016 ആണ്. പിന്നെ ഇനിയുള്ളത് 2017 19 ഇത് മൊത്തം ഞാൻ ചെയ്ത് മൊത്തം മൈക്രോലൈറ്റിലാണ്. സോ 2017 ഞാൻ ജസ്റ്റ് ഒരു ടെക്നാമിൽ മൈക്രോലൈറ്റിൽ ഒരു ഫ്ലൈറ്റ് ചെയ്തു. അത് ഇനി 2019 ഞാൻ അവിടെ ഹാമിൽട്ടണിൽ മൈക്രോലൈറ്റ് ലൈസൻസിങ് എടുത്തത്. സോ ഇതിലൊരു രസകരമായൊരു കാര്യമുണ്ട്. സോ നിങ്ങൾക്ക് കാണാം, ഞാൻ ബേസിക്കലി 2 കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ പിന്നെ പറപ്പിക്കാൻ പോയത്. ഞാൻ വൈക്കാട്ട് ഏവിയേഷൻ ക്ലബ്ബിൽ പോയപ്പോൾ ഞാൻ ആദ്യം ഇൻസ്ട്രക്ടർ എൻ്റെ ലോഗ് ബുക്കെല്ലാം കാണിച്ചു. അപ്പോൾ അന്നേരം എനിക്ക് 30 മണിക്കൂറുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്ട്രക്ടർ കണ്ട് 30 മണിക്കൂർ എക്സ്പീരിയൻസ് ഉണ്ട്, ഓക്കെ, പുള്ളിക്കാരൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഒരു കാര്യം എന്താണ്, ആ 2 കൊല്ലത്തെ ഗ്യാപ്പായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രയൽ ഫ്ലൈറ്റിന് പോയി. അപ്പോൾ ഇൻസ്ട്രക്ടർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്ട്രക്ടർ 30 മണിക്കൂർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഹി വാസ് എക്സ്പെക്ടിങ് അത്യാവശ്യം തന്നെ പറപ്പിക്കുന്ന രീതിയിലായിരുന്നു പുള്ളിക്കാർ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അത്രയും നാളുടെ ഗ്യാപ്പിലുള്ളതുകൊണ്ട് ബേസിക്കലി ഐ ഫോർഗോട്ട് ഹൗ ടു ഫ്ലൈ ദ പ്ലെയിൻ. സോ ആദ്യത്തെ ഫ്ലൈറ്റ് വളരെ ബോറായിരുന്നു. ഐ വാസ് ഗോയിങ് ഓൾ ഓവർ ദ പ്ലേസ്. എൻ്റെ ലാൻഡിങ് മഹാ ബോറായിരുന്നു. ഇത് കണ്ടിട്ട് ഇൻസ്ട്രക്ടർ തന്നെ ചോദിച്ചു, ഈ പറഞ്ഞ 30 മണിക്കൂർ ഉള്ളത് തന്നെയാണ് അവിടെ നിന്ന്. ആളെ കുറ്റം പറയാൻ പറ്റത്തില്ല. എജ്ജാതി പറപ്പിലായിരുന്നു അന്ന് ഞാൻ പറപ്പിച്ചത്. സോ ഇതാണ് ഞാൻ ആ പറഞ്ഞ കറൻസി റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. 3 മാസത്തിൽ 3 ടേക്ക് ഓഫ് ലാൻഡോ ചെയ്തിരിക്കണം. ഇൻ കേസ് നിങ്ങൾ ലൈസൻസ് എടുത്തു, നിങ്ങൾക്കിപ്പോൾ കുറേ നാളത്തെ ഗ്യാപ്പ് വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഇൻസ്ട്രക്ടറിൻ്റെ ഒപ്പം പോയി ഇൻസ്ട്രക്ടർ സർട്ടിഫൈ ആണ് നിങ്ങൾക്ക് വീണ്ടും ഫ്ലൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇതായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അത്രയും നാളെ ഗ്യാപ്പ് വന്നതുകൊണ്ട് ഉറപ്പായും കുറേ കാര്യങ്ങൾ മറക്കും. സോ നിങ്ങൾക്കിത് കാണാം, ആദ്യത്തെ ഫ്ലൈറ്റ് ടൈപ്പ് ഫെമിലൈസേഷൻ ഞാൻ പറഞ്ഞല്ലോ, അല്പം ചളായിട്ടാണ് പോയത്. പക്ഷേ രണ്ടാമത്തെ ഫ്ലൈറ്റ് വന്നപ്പോൾ ഐ വാസ് ഫൈൻ. ഞാൻ ഈവൻ സോളോയും പോയി. സോ ആദ്യത്തെ ആ റസ്റ്റി ഫീലിംഗ് എന്നുള്ളത് അത് ഒരുപാട് നേരം നിൽക്കത്തില്ല. അത് ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ടറായിട്ടൊന്ന് പോയി ഒന്ന് ഫെമിലർ ആവുന്ന ശരിയാവുന്നതേ ഉള്ളൂ. ഇത് മൊത്തം പിന്നെ ഉള്ളത് മൈക്രോലൈറ്റിൻ്റെ ട്രെയിനിങ് ആയിരുന്നു. സോ ഓവർഹെഡ് സർക്യൂട്ട്സും സോളോ സർക്യൂട്ട്സും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്ലൈറ്റ് ടെസ്റ്റ് ഇൻ്റർമീഡിയറ്റിനുള്ള ഫ്ലൈറ്റ് ടെസ്റ്റ് ചെയ്ത് എനിക്ക് ഇൻ്റർമീഡിയറ്റ് ലൈസൻസ് കിട്ടിയത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മൈക്രോലൈറ്റ് ഫ്ലൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് കിട്ടത്തില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ 30 മണിക്കൂർ ഞാൻ ജനറൽ ഏവിയേഷൻ ചെയ്തതാണ്. സോ അതുകൊണ്ട് ആ 30 hours മൈക്രോലൈറ്റിലേക്ക് ആഡ് ചെയ്യുമായിരുന്നു. പിന്നെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ഇൻ്റർമീഡിയറ്റ് കിട്ടിയത്. ഇപ്പം നിങ്ങളുടെ കേസിലാണെങ്കിൽ കുറച്ചും കൂടെ ലോങ് ആയിരിക്കും. ഇപ്പം ഇൻ്റർമീഡിയറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടുള്ളതാണ് ക്രോസ് കൺട്രി ട്രെയിനിങ്. ഇപ്പം നിങ്ങൾക്കിത് കാണാം, ഞാൻ ഈ ട്രെയിനിങ് ചെയ്ത് മൊത്തം ടേക്ക് ഓഫ് ആയാലായിരുന്നു ഹാമിൽട്ടൻ്റെ അടുത്തുള്ള എയർപോർട്ട്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ക്രോസ് കൺട്രി എന്ന് പറയുന്നത് ടേക്ക് ഓഫ് ആയിന്ന് TQT ടു ടേക്ക് ഓഫ് ആയി. അത് ആദ്യം ഇൻസ്ട്രക്ടറൊപ്പം ചെയ്തു, പിന്നെ ഞാൻ സോളോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫ് ആയിന്ന് റാഗ്ലൻ മേഴ്സ തിരിച്ച്, അതും ആദ്യം ഇൻസ്ട്രക്ടറിൻ്റെ ഒപ്പം, പിന്നെ ഞാൻ ഒറ്റയ്ക്ക്. പിന്നെ ഇത് ടേക്ക് ഓഫ് ആയിരുന്നു മാറ്റ ടേക്ക് ഓഫ് ആയി. ഇത് കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് ടെസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് എനിക്ക് അഡ്വാൻസ് ലോക്കൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 നോട്ടിക്കൽ മൈൽസ് എനിക്ക് പോവാം. സോ ഇതാണ് ഞാൻ ഈ മൈക്രോലൈറ്റിൽ, അതായത് ഈ മൈക്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ റാൻസ് എക്സ് എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റാണ്. അതിൽ ഞാൻ ട്രെയിൻ ചെയ്തത്. പക്ഷേ ആ എയർക്രാഫ്റ്റിനാണെങ്കിൽ അല്പം സ്ലോ ആണ്, എനിക്ക് ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് പോകാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ മൈക്രോലൈറ്റിലേക്ക്, അതായത് ഇത് CH-601 എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള മൈക്രോലൈറ്റിലേക്ക് മാറിയത്. സോ ഒബ്വിയസ്ലി ഇതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എയർപ്ലെയിൻ ആണ്. അതുകൊണ്ട് ഇതിന് ടൈപ്പ് റേറ്റിംഗ് എടുക്കണം. അപ്പോൾ ആദ്യത്തെ ഇത് ടൈപ്പ് ഫെമിലറൈസേഷൻ, പിന്നെ കുറച്ച് ലാൻഡിങ്സ്, സർക്യൂട്ട്സ്, ടൈപ്പ് റേറ്റ് അത് ചെയ്ത് കഴിഞ്ഞ് ഇൻസ്ട്രക്ടർ ഹാപ്പി ആയി കഴിഞ്ഞാൽ ടൈപ്പ് റേറ്റിംഗ് സോളോ. അങ്ങനെ എൻഡിൽ എനിക്ക് ടൈപ്പ് റൈറ്റിംഗ് ആ എയർക്രാഫ്റ്റിന് കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് കാണാം, ഏതാണ്ട് ഒരു 4 to 5 hours എടുക്കും ഒരു ടൈപ്പ് റൈറ്റിങ്ങിന്. ഈ 2 ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മാറ്റാന്ന് ടവറാങ്ങേക്കുള്ള ഫ്ലൈറ്റാണ്. ടവറാങ്ങ എന്ന് പറയുന്ന ഒരു കൺട്രോൾ എയർ സ്പേസ് ആണ്. ഞാൻ ഇതിനു മുമ്പ് കൺട്രോൾ എയർ സ്പേസിൽ പോയിട്ടില്ല. സോ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കൺട്രോൾ ടവർ എയർ സ്പേസിൽ കയറണം ഉണ്ടെങ്കിൽ യൂഷ്വലി നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫ്ലൈറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എൻ്റെ ഈ ഫ്ലൈറ്റിലാണെങ്കിൽ അല്പം രസകരമായൊരു കാര്യമുണ്ട്. സോ അത് ഞാൻ പറയാം. സോ ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഞാൻ ട്രെയിൻ ചെയ്ത് മൊത്തം അൺകൺട്രോൾഡ് എയർ സ്പേസിലാണ്. അൺകൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ എയർ ട്രാഫിക് കൺട്രോളൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ആരുടെ അടുത്തും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു, ലോക്കൽ ഫ്രീക്വൻസിയിൽ ഞാൻ എൻ്റെ ഇൻറ്റൻഷൻ വിളിച്ച് പറഞ്ഞു ലോക്കൽ റൂൾസ് പാലിച്ച് പോവാം. സോ ഐ ക്യാൻ ഡു വാട്ട് ഐ വാണ്ട്. അപ്പം അതേപോലെയല്ല
ഒരു കൺട്രോൾഡ് എയർ സ്പേസിൽ പോകുന്നത്. ആ ആറ്റിറ്റ്യൂഡിന് പോകാൻ പറ്റത്തില്ല. സോ എൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മാറ്റമാറ്റയെന്ന് അത് അൺകൺട്രോൾഡ് ആണ്. ടൗറാങ് എയർപോർട്ടിൽ പോകാൻ തിരിച്ചു വരാം. ടൗറാങ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് എയർ സ്പേസ് ആണ്. സോ ആദ്യത്തെ ഫ്ലൈറ്റ് ഞാൻ ഇൻസ്ട്രക്ടറിനൊപ്പമാണ് പോയത്. സോ ഒരു കൺട്രോൾഡ് എയർ സ്പേസിൽ കയറുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ATC എയർ ട്രാഫിക് കൺട്രോളിനെ വിളിച്ച് നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ ഇൻറ്റൻഷൻ എന്തോ, നമ്മുടെ ആൾട്ടിറ്റ്യൂഡ്, ഇതൊക്കെ ആദ്യത്തെ ട്രാൻസ്മിഷനിൽ പറയണം. ഇത് കേട്ട് ഐദർ നമുക്ക് എയർ ട്രാഫിക് കൺട്രോളിൽ പെർമിഷൻ തരുവാണ്. ഇപ്പോൾ കൺട്രോൾ എയർ സ്പേസിൽ കയറാൻ പെർമിഷൻ തരുവാണെങ്കിൽ ഒപ്പം ഒരു ക്ലിയറൻസും തരും. ആ ക്ലിയറൻസ് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പറയണം, ടു മേക്ക് ഷുവർ പുള്ളിക്കാരൻ പറഞ്ഞാണ് നമുക്ക് കേട്ടതെന്ന് മനസ്സിലാക്കാൻ. സോ ഒബിയസ്ലി ഞാൻ ആദ്യമായിട്ടാണ് കൺട്രോൾ എയർ സ്പേസിൽ പോകുന്നത്. സോ ഞാൻ ഒബിയസ്ലി നല്ല ടെൻസ്ഡ് ആയിരുന്നു. സോ ഞാൻ ആ കൺട്രോൾ സ്പേസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആദ്യം പറയേണ്ട ആ മെസ്സേജ് ഞാൻ വീണ്ടും മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുമായിരുന്നു. സോ ഒബിയസ്ലി ടൈമായി. എയർ ട്രാഫിക് കൺട്രോളിനെ ഞാൻ വിളിച്ചു. ഞാൻ ആദ്യത്തെ മെസ്സേജ്, അതായത് എൻ്റെ ലൊക്കേഷൻ, ആൾട്ടിറ്റ്യൂഡ്, എൻ്റെ ഇൻറ്റൻഷൻ, അതായത് എനിക്ക് ലാൻഡ് ചെയ്യാനാണ് ഇൻറ്റൻഷൻ ആണോ, അത് ഞാൻ പറഞ്ഞു. അത് ഞാൻ നന്നായി പറയുകയും ചെയ്തു. പക്ഷേ ആ പറഞ്ഞ എക്സൈറ്റ്മെൻറ്റിൽ ആ ഗാഡി ഇങ്ങോട്ട് തിരിച്ച് പറഞ്ഞ ക്ലിയറൻസ് കേൾക്കാൻ ഞാൻ മറന്നുപോയി. പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അയ്യോടാന്ന് ഓർത്തുപോയത്. ആൻഡ് ഐ ട്രൈ ടു വിങ് ഇറ്റ്. ഞാൻ തിരിച്ച് റീഡ് ബാക്ക് ക്ലിയറൻസ് പറഞ്ഞു. അത് തെറ്റി. കൺട്രോൾ ടവർ രണ്ടാമത് ഈ പറഞ്ഞ ക്ലിയറൻസ് പറഞ്ഞു. അതും ഞാൻ ചളവാക്കി. പിന്നീട് കൺട്രോൾ ടവർ മൂന്നാമത് ഇതേ ക്ലിയറൻസ് ഒന്നും കൂടെയും പറഞ്ഞു. അതിലും നന്നായിട്ട് ചളവാക്കി. ഈ സമയത്ത് ഇൻസ്ട്രക്ടർ കയറി ക്ലിയറൻസ് പറയുമായിരുന്നു. സോ അതാവാ ഡിസാസ്റ്റർ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഇൻസ്ട്രക്ടർ അത്ര ഹാപ്പി ആയിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് രണ്ടാമത് വീണ്ടും ഇൻസ്ട്രക്ടറൊപ്പം വീണ്ടും എനിക്ക് ഈ ടവറാങ്കലേക്ക് ഞാൻ പോയി. പക്ഷെ ആ സമയത്ത് ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് മൂന്നാമത്തെ ഫ്ലൈറ്റ് ഞാൻ സോളോ ഒറ്റയ്ക്ക് ഞാൻ പോയത്. സോ ഇങ്ങനെയാണ് ന്യൂസിലൻഡിലെ ലൈസൻസിങ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അടിയിൽ കമൻസിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഇപ്പം നിങ്ങൾക്ക് പൈലറ്റ് ആവാന്നുള്ള ഡ്രീം ആണെങ്കിൽ കീപ് ദാറ്റ് ഡ്രീം അലൈവ്. ഞാനൊരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ചു പറഞ്ഞ പയ്യനാണ്. ഐ എം നോട്ട് റിച്ച്. ഞാൻ കുറേ ടൈം എടുത്തു. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൊട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയതാണ്. കുറേ ടൈം എടുത്തെങ്കിലും ഐ മെയ്ഡ് ഇറ്റ്. സോ ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്.